അപരൻ എന്നുള്ള സിനിമ എന്നെ ഏൽപ്പിക്കുന്ന സമയത്ത് തന്നെ പത്മനാഭൻ സാർ എന്നോട് ചോദിച്ചതാണ്, നിനക്ക് നീന്താൻ അറിയാമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ എനിക്ക് നീന്താൻ അത്ര വലിയ വശമില്ല. നാണമില്ലടാ, പെരുമ്പാവൂർ പോലത്തെ പെരിയാറിൻ്റെ തീരത്ത് താമസിച്ചിട്ടും നിനക്ക് നീന്താൻ അറിയില്ല എന്ന് പറയുന്നത് വളരെ മോശമാണ്. എങ്കിൽ പഠിക്കണം, കാരണം എൻ്റെ അടുത്ത ചിത്രത്തിൽ നായകൻ നീയാണ്, അതിൽ നിനക്ക് കടലിൽ നീന്താനുള്ളതാണ്. ഒരാളുടെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആദ്യ ചിത്രത്തിൽ നായകനായി വിളിച്ചിട്ട് അതേ സംവിധായകൻ പത്മനാഭൻ സാറിനെ പോലത്തെ ഒരു സംവിധായകൻ, ലെജൻഡറി ഒരു സംവിധായകൻ പറയുന്ന എൻ്റെ അടുത്ത സിനിമയിലും നായകൻ താങ്കളാണ്, അതിൽ കടലിൽ നീന്താനുള്ളതാണ്. അങ്ങനെ ഫസ്റ്റ് സിനിമയ്ക്ക് ശേഷം നീന്തൽ പഠിക്കാനായിട്ട് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ എന്നെ ഏർപ്പാടാക്കി തന്നു. നീന്തൽ പഠിച്ചോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. എന്നും പക്ഷേ വൈകുന്നേരം സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് കിടക്കും. നീന്താൻ അറിയില്ലെന്ന് ചിലപ്പോൾ ഇവൻ പറയായിരിക്കും, ഒന്നും അറിയില്ല, പൂർണ്ണമായിട്ട് വിശ്വസിക്കണ്ട. ഞങ്ങൾ ദുബായിൽ അല്ല വേണ്ട പറഞ്ഞു ദുബായ് കഥയോടെ നമുക്ക് അല്ല ദുബായിൽ പ്രാവശ്യം ഒരു വെക്കേഷൻ പോയപ്പോൾ അവിടെ മറ്റേ ചെറിയ പിള്ളേർ സ്വിമ്മിംഗ് പൂളിൽ പോലെ മറ്റേ 3 feet ഉള്ള പൂള്, അതിൽ മുങ്ങി തട്ടിപ്പോകാൻ പോയി. ചക്കിയാണ് എന്നിട്ട് ചാടി രക്ഷപ്പെടുത്തി. അങ്ങനെ എൻ്റെ വല്യച്ഛൻ്റെ വീട്ടിൽ, മലയാറ്റൂരിൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്നു. ആ സമയത്ത് ഈ അപരൻ്റെ സമയത്ത് അല്ലെങ്കിൽ അതിന് മുമ്പോ എപ്പോഴോ സാറ് ഒരു പേപ്പർ കട്ടിങ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. അതിനകത്ത് വേറെ ഒന്നുമില്ല, ഒരു പേപ്പറിൽ വന്ന വെറും ഒരു കട്ടിങ്ങാണ്. മുത്തച്ഛനെ കാണാൻ സുഹൃത്തുക്കളോടൊപ്പം ബാംഗ്ലൂരിൽ നിന്നും മെഡിക്കൽ വിദ്യാർത്ഥി മുത്തച്ഛനെ കാണാമെന്ന് കന്യാകുമാരി സൈഡ് എവിടെയാണ്, അവിടെ കടലിലുള്ള തിരയിൽപ്പെട്ട് മുങ്ങി മരിച്ചു. ഇത് മാത്രമാണ് പേപ്പർ കട്ടിങ്, അത് അദ്ദേഹം എടുത്തു വച്ചിരുന്നു. അല്ല, ഞാൻ ഒരു മനുഷ്യൻ്റെ ഇതാണ് ആലോചിക്കുന്നത്. അപ്പോൾ അതിലൊരു സിനിമയുണ്ട്, അതിലൊരു വലിയ സംഗതി ഉണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹം അപരൻ എന്നുള്ള സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതാണ് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന എന്ന് പറഞ്ഞ് ആ പേപ്പർ കട്ടിങ് എന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. മെഡിക്കൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. അതിനുശേഷം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, 15 ദിവസം കൊണ്ട് എഴുതിയതാണ് അതിൻ്റെ തിരക്കഥ. 15 ദിവസം. ആ 15 ദിവസവും രാവും പകലും ഐശ്വര്യ അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ റൂമിൻ്റെ പുറത്ത് ഞാനുണ്ട്. മോഹൻദാസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളും നോക്കി നടക്കുന്ന അദ്ദേഹമുണ്ട്, ഞാനുണ്ട്, നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ഗാന്ധിമതി ബാലേട്ടനുണ്ട്, എൻ്റെ ആദ്യ ചിത്രത്തിൻ്റെ നിർമ്മാതാവായ ഹരിപ്പോത്തൻ അവറുകളുണ്ട്. ഇങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെയുള്ളൊരു വൻ സാന്നിധ്യത്തിൻ്റെ നടുവിൽ കൂടെ ഞാനും ഉണ്ടായിരുന്നു. 15 ദിവസങ്ങൾ കാലത്ത് 8 മണിക്ക് അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അകത്ത് കയറി കഴിഞ്ഞാൽ ഈ 3-ാം പക്കം ഇങ്ങനെ പേപ്പറുകൾ വൈകുന്നേരമാകുമ്പോൾ ഇത്ര ഒരു പേജിൽ 4-5 ലൈനൊക്കെ ഉണ്ടാകും, വലുതായിട്ട് എഴുതി പോവും. വൈകുന്നേരം ഒരു 6 മണിക്ക് അല്ലെങ്കിൽ 7 മണിക്ക് അദ്ദേഹം പുറത്തു വരുമ്പോൾ ആ മുഖത്ത് ഒരു ചിരി കാണാൻ. നല്ല ഒരുപാട് സീൻസ് ഒന്ന് എഴുതാൻ പറ്റിയടാ. അതിൽ നീ വരുന്നതും നിൻ്റെ സുഹൃത്തുക്കളായിട്ട് വരുന്നതും നീ നിൻ്റെ കാമുകിയെ കാണുന്നതും ആ സീനൊക്കെയാണെന്ന് എഴുതിയത്. നന്നായിട്ടുണ്ട്, നമുക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങും. വെള്ള ജുബയും ആ മുണ്ടും, അദ്ദേഹം ആ മുണ്ടൊന്ന് കുത്തി പാളയത്തുള്ള തട്ടുകടകളിൽ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളെല്ലാം കൂടി വൈകുന്നേരം നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നൊരു ബഹുമാനം. റോഡിൻ്റെ 2 സൈഡിലുമുള്ള ആളുകൾ നടന്നു വരുന്നത് രാത്രി പത്മരാജൻ സാറാണ്. അദ്ദേഹത്തോടുള്ള സിനിമാ വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പുറകിൽ ഓരോരുത്തരെയും എന്നെ പരിചയപ്പെടുത്തും. ഇവനാണ് എൻ്റെ പുതിയ സിനിമയിൽ അപരൻ, കണ്ടുവോ, ഇഷ്ടമായോ, അടുത്ത സിനിമയിലും ഇവനാണ് എൻ്റെ നായകൻ എന്ന് പറഞ്ഞ് എന്നെ തട്ടി. അതൊക്കെയാണ് ഒരു ഗുരുനാഥിൽ നിന്നും ഒരു ശിഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കുക, അത് എനിക്ക് കിട്ടിയ അത്യപൂർവ ഭാഗ്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പിന്നെയും തിരിഞ്ഞു നോക്കുമ്പോൾ. കാരണം ഇതൊക്കെ ഞാൻ പല സ്ഥലങ്ങളിലും പറയാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സോറി കേട്ടോ, ഞാനായിട്ട് കയറി ഇങ്ങനെ പറയുന്നതിൽ തെറ്റായിട്ട് നമ്മൾ ഈ കഥകൾ കേൾക്കാൻ തന്നെയാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നതും നമ്മൾക്ക് താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും. അതേപോലെ തന്നെ ഒരു വിഷൻ എന്ന് പറയുന്ന അതും കൂടി ഞാൻ പറഞ്ഞു നിർത്താൻ കേട്ടോ. കാരണം ഇന്നലെ എന്നുള്ള സിനിമ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ തന്നെ ഇത്ര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്ലൈമാക്സ്, ഒരു സിനിമയുടെ ഒരു ക്ലൈമാക്സ് ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കഴിഞ്ഞൊരു 10-30-40 വർഷങ്ങളിൽ ഇറങ്ങിയ സിനിമകളിൽ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ക്ലൈമാക്സ്. കാരണം ശോഭന സുരേഷ് ഗോപിയുടെ കൂടെ പോവോ, എൻ്റെ കൂടെ തന്നെ നിൽക്കുമോ എന്നുള്ളത് പ്രേക്ഷകർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നൊരു സംഗതി തന്നെയാണ്. അപ്പോൾ സിനിമയുടെ റിലീസിൻ്റെ അന്ന് ഞാൻ സാറിൻ്റെ വീട്ടിലിരിക്കുകയാണ്. അന്ന് ഫസ്റ്റ് മാറ്റ്നി ഷോ തുടങ്ങുന്നതിന് മുമ്പ്, എന്താടാ ടെൻഷനാണോ നിനക്ക്? ഞാൻ പറഞ്ഞു, ഇല്ല സാർ, അത് എങ്ങനെയായിരിക്കും? അല്ല, സാറിൻ്റെ ഒരു വിഷനാണ് ഞാൻ പറഞ്ഞു. അത് മറ്റൊന്നുമല്ല, സുരേഷ് ഗോപിയെ
തിരിച്ചറിയണേ, എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചറിയണമെന്ന് ജനം ആഗ്രഹിക്കും. അങ്ങനെ ആഗ്രഹിക്കണം. പക്ഷേ കൂടെ നിൽക്കുന്നത് നിൻ്റെ കൂടെ തന്നെ ആവണം. അതും ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ തിരിച്ചറിഞ്ഞിരുന്നെങ്കിലെന്ന് ജനങ്ങൾ തിയേറ്ററിൽ ചെയ്യും. അതാണടാ സിനിമ. അതായിരിക്കും നോക്കിയോ ജനങ്ങളുടെ മനസ്സ് എന്ന് അദ്ദേഹം പറഞ്ഞത് എന്ത് കൃത്യമായിരുന്നു എന്നുള്ളത് ഞാൻ ആലോചിക്കും. സുരേഷിൻ്റെ കൂടെ പോണം. ഞാനും സുരേഷ് ഒരുമിച്ച് തന്നെയാണ് വീട്ടിലിരിക്കുന്നത്. ഞാനും സുരേഷ് ഒരുമിച്ച് തന്നെയാണ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ.